ഈയിടെ മനാഫ് ഒരു 75,000 രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. ഒരു മാസത്തെ ഇൻകം 75,000 രൂപ കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമെന്നൊക്കെ പറഞ്ഞത് കേട്ടു. ഇതൊരാൾ പറഞ്ഞാലൊന്നും അങ്ങനെ കിട്ടുന്ന ഒരു സാധനമല്ല ഈ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വഴിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകാം, ചിലപ്പം ബാത്റൂമിൽ വീഴാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതിനെ കൂട്ടിക്കും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് എങ്ങനെ കാശ് നമുക്ക് നേരായ രീതിയിൽ കൂടുതൽ കോമ്പൻസേഷൻ കിട്ടാം, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യമായിട്ട് നമ്മളെല്ലാവരും നമ്മളുടെ ബാങ്കിലെ ട്രാക്ക് റെക്കോർഡ് നന്നായിട്ട് സൂക്ഷിക്കുക. നമ്മൾ കുറേയൊക്കെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം, ബാങ്കിൽ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. 1000 രൂപയെങ്കിൽ 1000, 5000 എങ്കിൽ 5000, എത്രയാണെങ്കിലും ശരി ആ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ബാങ്കിൽ എല്ലാ മാസവും കുറേ ട്രാൻസാക്ഷൻ നടത്തുക. ഞാൻ ഗവൺമെൻറ് ജോലിക്കാർക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല. സാധാരണക്കാർക്ക്, ചെറിയ ബിസിനസ് നടത്തുന്നവർക്ക്, ചെറിയ ചെറിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു സാലറി എന്ന രീതി കിട്ടാത്തവർക്ക്, അവർക്ക് കോമ്പൻസേഷൻ കിട്ടുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 21 വയസ്സ് കഴിയുമ്പോൾ മുതൽ IT ഫയൽ ചെയ്യാൻ തുടങ്ങുക. ആദ്യത്തെ കാര്യമാണ്. IT ഒക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സുകാർ പിടിക്കത്തില്ലേ, പിന്നെ അത് വലിയ ഗുലുമാലല്ലേ, പ്രശ്നമല്ലേ? ഇല്ല, അങ്ങനെ ചിന്തിക്കാതെ. പിന്നെ ഈ IT ഫയൽ ചെയ്യണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണ്ടേ? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എല്ലാ വർഷവും ഒരു 500 രൂപ ഒരു ടാക്സ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ IT കൺസൾട്ടൻ്റ് ഉണ്ട്. അവരാരും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്നൊന്നുമില്ല. അവർക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ IT ഫയൽ ചെയ്യും. ആദ്യത്തെ ഒരു വർഷമുള്ളൂ കൂടുതൽ ഡാറ്റയൊക്കെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന വർഷങ്ങളിലൊക്കെ ഇത് ഒരു 5 മിനിറ്റ് നേരത്തെ പണിയാണ്. അവർക്കാണല്ലോ ആ കാശും കൊടുത്തേക്കുക, അവർ ചെയ്തോളും. ഇനി ഈ പറഞ്ഞ വരുമാനത്തിനെ കുറിച്ചാണ്. ഒരു 1000 രൂപ ഒരാൾ തരുന്നു, ക്യാഷായിട്ട് തരുമ്പോൾ അത് ഗൂഗിൾ പേ ചെയ്യുമോ, ഫോൺ പേ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞേക്കുക. എന്നിട്ട് ബാങ്കിൽ നിന്ന് കാശ് എടുക്കുകയോ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴി ചിലവാക്കുകയോ എന്ത് വേണേൽ ചെയ്തോ. ഇത്രയും കാശ് വന്നോട്ടെ, വന്നുകൊണ്ടിരിക്കട്ടെ. ഇനി അത്രയും പോലും വരുമാനം ഇല്ലാത്ത ആളുകളാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവരാണ്, അല്ലെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുകയാണ്, വീട്ടിൽ നിന്ന് കിട്ടുന്ന 5000 രൂപ കൊണ്ട് കാര്യങ്ങളൊക്കെ സാധിക്കണം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എവിടുന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ അവരെ ഒന്ന് സഹായിക്കുക. അറിയാവുന്നവരാണെങ്കിൽ, ഒരു എക്സാമ്പിൾ, ഒരാൾ TV മേടിക്കാൻ പോവുകയാണ്, 50,000 രൂപയുടെ TV മേടിക്കാൻ പോവുകയാണ്. അയാളോട് പറയുക ആ കാശ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടാനായിട്ട്. എന്നിട്ട് നിങ്ങൾ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് കൊടുത്ത് ആ TV വാങ്ങിക്കുന്നു. ബില്ല് വരുമ്പോഴത്തേക്കും ആ വാങ്ങിക്കുന്ന ആളുടെ പേരിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും, അല്ലാതെ നിങ്ങളുടെ പേരിലായിരിക്കത്തൊന്നുമില്ല. നിങ്ങളുടെ അക്കൗണ്ട് വഴി ഒരു 50,000 രൂപ ഒരു മാസം കയറി ഇറങ്ങി. ഞാനത് ജോലി ഇല്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞു കേട്ടോ. അതുപോലെ 5,000 10,000 എന്തെങ്കിലുമൊക്കെ എമൗണ്ട് ആരെങ്കിലുമൊക്കെ ചിലവാക്കാൻ നേരത്ത് ആ കാശ് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറയുക. വലിയ ലക്ഷങ്ങൾ ഇടാൻ അല്ല ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ ഇടുന്നു, നിങ്ങളത് പേയ്മെൻറ്റ് കൊടുക്കുന്നു. മർച്ചൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറയും. നല്ല സൗഹൃദമുള്ള ബന്ധുക്കളുമായിട്ടോ സുഹൃത്തുക്കളായിട്ടോ ചേർന്ന് ചെയ്യാവുന്നൊരു കാര്യമാണിത്. അപ്പോൾ നിങ്ങൾക്ക് റൊട്ടേഷൻ ആയില്ലേ, ഒരു മാസം ട്രാൻസാക്ഷൻ ആയില്ലേ. 1 വർഷമോ 2 വർഷമോ ഒക്കെ അങ്ങ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻകം സ്റ്റെബിലിറ്റി, ഈ സിബിൽ സ്കോർ പ്രകാരം നിങ്ങൾക്കൊരു ഇൻകം സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് അവിടെ റെക്കോർഡാവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവുമില്ല, നല്ലതേ വരത്തുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിന്നെ ഭാവിയിൽ ലോൺ എടുക്കാം, ബിസിനസ് തുടങ്ങാം, അതൊക്കെ നമുക്ക് വേറെ സംസാരിക്കാം. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഒരു 24 വയസ്സുള്ള ഒരാൾക്ക് ഒരു ആക്സിഡൻ്റ് ആയെന്ന് കരുതുക, ചെറിയൊരു ആക്സിഡൻറ്റ്, വീണു, ഒരു വിരലൊടിഞ്ഞു, ആശുപത്രി ബില്ല് 75,000 രൂപയായി, എല്ലാം കൂടെ ചേർത്ത്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ തുക മുഴുവൻ ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തോളും. ഇൻഷുറൻസ് ഇല്ലെങ്കിലോ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ കിട്ടും. അവരും ഒന്ന് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ഇതുപോലെ നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയാണെന്നൊക്കെ ചോദിച്ച് കുറേ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ 75,000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് ചിലപ്പം 20,000 25,000 ഒക്കെ കിട്ടുള്ളൂ, ബാക്കി കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഈ പറഞ്ഞ ഒരു രീതിയിലുള്ളൊരു വരുമാനം 40,000 രൂപയൊക്കെ, ഏകദേശം 40,000 രൂപയൊക്കെ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ IT ഡോക്യുമെൻ്റ് നേരെ ആ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് എടുത്ത് കൊടുക്കുന്നത്. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എൻ്റെ IT ഫയൽ ചെയ്തതിൻ്റെ റെക്കോർഡ് ഇതാണ്, നെൽറ്റണാണെന്നും അവർ ചോദിക്കത്തില്ല. എനിക്കൊരു ഇൻകം ടാക്സ് പാൻ നമ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ബൈ ഡിഫോൾട്ട് ഒരു വലിയ കോമ്പൻസേഷന് അർഹനാകുകയാണ്. ഇത് നേരായ ഒരു മാർഗ്ഗമാണ് ഞാനീ പറഞ്ഞു തരുന്നത്. ആരെയും പറ്റിക്കാനൊന്നുമല്ല, നമ്മളുടെ ലൈഫിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്തെടുക്കുക. ഒരു ദോഷം വരില്ല. ഇതൊന്നും ചെയ്യാതെ എനിക്ക് വരുമാനമൊന്നുമില്ല, ഞാൻ സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നാ കിട്ടാൻ 1000 2000 കിട്ടും,
IT ഒന്നും ഫയൽ ചെയ്യുന്നില്ല, അല്ലെ 2-3 ബാങ്കിൽ അക്കൗണ്ട് തുറക്കുക മാറി മാറി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി കുറയുകയാണ്. അതുകൊണ്ട് ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ആ അക്കൗണ്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഇടയ്ക്ക് ക്ലോസ് ചെയ്തിട്ട് വേറൊരു ബാങ്കിലേക്ക് ചാടി പോകാതിരിക്കുക. അതുപോലെ IT 21 വയസ്സ് മുതൽ IT ഫയൽ ചെയ്യാൻ ശ്രമിക്കുക, നിൽ റിട്ടേൺ കൊടുക്കുക. നല്ല ജോലി കിട്ടുമ്പോഴൊക്കെ അന്നേരം നമുക്ക് ടാക്സ് കൊടുക്കാം. ഇതിങ്ങനെ അങ്ങ് തുടർന്ന് പോവുക. തീർച്ചയായിട്ടും ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവും. ഞാൻ ആക്സിഡൻറ്റ് ഉണ്ടാവണം എന്നല്ല പറഞ്ഞത്, ആക്സിഡൻറ്റ് ഉണ്ടായാൽ കൂടുതൽ കോമ്പൻസേഷൻ കിട്ടാൻ ഒരു മാർഗം പറഞ്ഞു തരികയാണ്. വീട്ടിൽ അച്ഛന് ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്, അച്ഛനാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എങ്കിലും ഒരു 21 വയസ്സ് കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് പിതാവിനോട് പറയുക, ഈ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ അടയ്ക്കാം, അല്ലെങ്കിൽ വാട്ടർ ബില്ല് ഞാൻ അടയ്ക്കാം, ഫ്ലാറ്റിൻ്റെയാണ് മെയിൻ്റെനൻസ് ഫീ ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു നിശ്ചിത എമൗണ്ട് ഫാദറിൻ്റെ അടുത്ത് നിന്ന് ഈ അക്കൗണ്ടിലേക്ക് മാറ്റുക. അതല്ലെങ്കിൽ ക്യാഷ് സ്വന്തം അക്കൗണ്ടിൽ ഇട്ടിട്ട് ഈ ചെറുപ്പക്കാരായ ആൾക്കാർ ഈ പേയ്മെൻറ്റുകൾ കൊടുക്കുക. എല്ലാ മാസവും ഞാൻ ഉത്തരവാദിത്തോടെ 1-2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ ബില്ലുകളൊക്കെ ഞാനാണ് എൻ്റെ വീട്ടിലെ പേ ചെയ്യുന്നത്, അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടാക്കുക. ഒരു 2 വർഷത്തേക്ക് 2-3 പേയ്മെൻറ്റുകൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് ഫോൺ ബില്ലും ആകാൻ കിട്ടും. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ വീണ്ടും നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് വാല്യൂ കൂടുകയാണ്. ഇത് നിങ്ങൾക്ക് പലതരത്തിൽ സഹായകരമാകും. ഈ ടാക്സ് കൺസൾട്ടൻറ്റുമാരും ചില കുരുട്ടുബുദ്ധിക്കാരൊക്കെ ഉണ്ട്, അവർ വന്നിട്ട് ഫേക്ക് IT റെക്കോർഡ് ഉണ്ടാക്കാനായിട്ടൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കും. അതൊന്നും ചെയ്യാൻ പോകാതിരിക്കുക. നിങ്ങൾ എന്ത് ഇൻകം കാണിക്കുമ്പോഴും അത് നിങ്ങളുടെ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചാൽ, വെറുതെ കയറിയിട്ട് എനിക്ക് അതർ ഇൻകം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 50,000 രൂപ 1,00,000 രൂപയൊക്കെ നിങ്ങൾക്ക് വന്നെന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, ആരും നിങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം ചെറിയ ഇൻകം 5 ലക്ഷത്തിൽ താഴെ ഇൻകം മേടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പോലീസ് പിടിക്കാനൊന്നും വരില്ല. എങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് IT ഡിപ്പാർട്ട്മെൻറ്റിനും ബാങ്കുകാർക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ വെറുതെ പൊലിപ്പിച്ച് കാണിക്കുന്ന ഇൻകമാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നതൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ബാങ്കുകാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെയുള്ള പണിക്കൊന്നും പോകരുത്.